എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നമുക്കറിയാം, ഈ നിമിഷം ഇപ്പോൾ നടന്നത് വലിയൊരു പോരാട്ടമാണ്. അതായത് ചെന്നൈയിലും ബംഗാളിലും നടക്കുന്ന അതിരൂക്ഷമായ മത്സരങ്ങൾ. ഒരു വശത്ത് DMKയും വേറൊരു വശത്ത് തൃണമൂൽ കോൺഗ്രസും, വീണ്ടും ഒരു വശത്ത് BJP എന്ന ഇപ്പോഴത്തെ കേന്ദ്ര ഭരിക്കുന്ന പാർട്ടിയും. ഏറ്റവും കൂടുതൽ വീറും വാശിയുമുള്ള ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ എങ്ങനെയും BJPക്ക് ഭരണം പിടിച്ചെടുക്കണം എന്നുള്ളൊരു എയിംസ് മാത്രമേ അവരിലുള്ളൂ. എന്നാൽ ഒരു രീതിയിലും ഇപ്പോഴുള്ള ഭരണം അത് തുടർ ഭരണമായി മാറ്റും എന്ന വിശ്വാസത്തിലാണ് ബംഗാളും തമിഴ്നാടും. എന്നാൽ ഇതിൽ പ്രധാനമായി പറയാനുള്ളത്, കേന്ദ്രം ഭരിക്കുന്ന BJP അവരുടെ എല്ലാ സംവിധാനങ്ങളും ബംഗാളിനും തമിഴ്നാടിനും എതിരെയുള്ള പ്രവർത്തനത്തിനായി ഉപയോഗിക്കുന്നു എന്നൊരു തുറന്ന സത്യമാണ്. ഏറ്റവും ഒടുവിൽ മമതാ ബാനർജി വക്കീൽ കോട്ടും അണിഞ്ഞ് കോടതിയിൽ നേരിട്ട് വാദിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി. അത്രയ്ക്കും വീറും വാശിയും നാം കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇവിടെ ഉള്ളൊരു ഇലക്ഷൻ കമ്മീഷൻ, അവർക്ക് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രാധാന്യം എന്താണെന്നും ഇലക്ഷൻ കമ്മീഷൻ എന്താണെന്നും എങ്ങനെ ആയിരിക്കണമെന്ന് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെയൊക്കെ ഗുരുവെന്ന് പറയപ്പെടുന്ന TN ശേഷൻ കാണിച്ചു കൊടുത്തതാണ്. പക്ഷേ അതിൻ്റെ പ്രാധാന്യമെല്ലാം കാറ്റിൽ പറത്തി കേന്ദ്രത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് ഒരു കളിപ്പാവയെപ്പോലെ മാറിപ്പോയത് ഖേദകരമായൊരു കാര്യമാണ്. തെറ്റ് ചെയ്യുന്നവനെയും ചെയ്യാത്തവനെയും ഒരേ രീതിയിൽ കണ്ട്, അത് എതിർ പാർട്ടിയാണെങ്കിൽ അവരെ ED കൊണ്ടും CBI കൊണ്ടും അങ്ങനെ പല ഏജൻസികളെ കൊണ്ടും ത്രെട്ടൺ ചെയ്യിപ്പിച്ച് അവരെ ജയിലടയ്ക്കാൻ വരെ മടിക്കാത്ത ഒരു കേന്ദ്ര സംവിധാനമാണ് ഇന്ന് ഇന്ത്യ ഭരിക്കുന്നതെന്ന് പറയുന്നതിൽ അതിയായ ഖേദമുണ്ട്. ഇങ്ങനെ ആയിരിക്കരുത്. ജനങ്ങളുടെ ഹിതമനുസരിച്ച്, ജനങ്ങളുടെ ആവശ്യമനുസരിച്ച് സത്യസന്ധമായ രീതിയിൽ ഭരണം നടത്തുക എന്നതാണ് ഓരോ ഭരണകർത്താക്കളുടെയും ചുമതല. എന്നാൽ ഇവിടെ സംഭവിച്ചത് തികച്ചും വിഭിന്നമായ രീതിയാണ്. നമുക്ക് കാണാം, ഇവിടെ കേരളത്തിലും വളരെ രൂക്ഷമായ ഒരു ഭരണമാണ്, ഒരു ഇലക്ഷനാണ് നടന്നത്. അതിൽ ഏതാണ്ട് 99% UDF വരുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു. 10 വർഷത്തെ ഏറ്റവും മോശമായൊരു ഭരണം കാഴ്ചവെച്ച LDFനെ തൂത്തെറിയാൻ വേണ്ടി ജനങ്ങൾ തന്നെ മുന്നോട്ട് ഇറങ്ങിയ ആദ്യത്തെ ഒരു ഇലക്ഷൻ. ഇതിനു മുൻപൊരിക്കൽ വിമോചന സമരം എന്ന പേരിൽ EMS പഠിച്ചിരുന്ന കാലത്തുണ്ടായ അതിന് ഏതാണ്ട് സിമിലാരിറ്റി ഉള്ളൊരു ഭരണമാണ് ഇപ്പോൾ LDF നടത്തുന്നത്. എന്നാൽ EMS ഇതിലും ഭേദമായിരുന്നു. എന്നാൽ ഇപ്പോൾ കേരളവും ബംഗാളും തമിഴ്നാടും മൂന്ന്
സ്റ്റേറ്റ്സിൻ്റെയും ഇലക്ഷൻ ഏതാണ്ട് അടുത്തടുത്തായി വന്നത്. എന്തായിരുന്നാലും ആര് വീഴും ആര് വാഴും ഇത് നമുക്ക് കണ്ടറിയാം. എല്ലാം ഒരു ഒറ്റയാൻ പോരാട്ടം എന്ന് തന്നെ പറയാം. അത് മമതാ ബാനർജി ആയിരുന്നാലും സ്റ്റാലിനായിരുന്നാലും അവർക്ക് കേന്ദ്രത്തിൽ നിന്നുള്ള യാതൊരുവിധ സപ്പോർട്ടും അവർക്ക് ലഭിച്ചില്ല. മറിച്ച് അവർ ഏതെല്ലാം രീതിയിൽ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ഹരാസ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുന്നു. അതേതാണ്ട് മോദി ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രധാന ഒരു ടെക്നിക്സാണ്. കാരണം ഡൽഹി ഭരിച്ചിരുന്ന കേജ്രിവാളും കേരളം ഭരിച്ച പിണറായി വിജയനും ഒരു രീതിയിലുള്ള റൂൾസല്ല, നിയമമല്ല, അവർക്ക് വിഭിന്നമായ നിയമമാണ്. കേരളത്തിന് നൽകിയ പരിരക്ഷ ഇവിടെ കേരള ഗവൺമെൻറ്റിന് കൊടുത്ത പരിരക്ഷ അല്ല, പ്രൊട്ടക്ഷൻ, സുരക്ഷിതത്വം ഇതൊന്നും കേജ്രിവാളിന് ലഭിച്ചില്ല. എന്നാൽ കേരളത്തിൽ നടന്ന പല കാര്യങ്ങളും ശിക്ഷ അർഹിക്കുന്നതാണെങ്കിലും അവിടെ മൗനം വെടിയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ തന്നെ അടുത്തറിഞ്ഞു. അതിൻ്റെ ഫലമായിരുന്നു കേരളത്തിൽ ഇലക്ഷനിൽ പ്രതിഫലിച്ചത്. അത് തന്നെയായിരിക്കും ബംഗാളിലും തമിഴ്നാട്ടിലും പ്രതിഫലിക്കുക. കാര്യം സത്യം എപ്പോഴും അറിയുന്നത് വളരെ താമസിച്ചാണ്. കപടതയും കാപഠ്യങ്ങളും എല്ലാവിധ സത്യമല്ലാത്ത പ്രവൃത്തികളും കാട്ടിക്കൂട്ടുമ്പോൾ അതിന് കിട്ടുന്ന റിസൾട്ട് സത്യത്തിനേക്കാളും മുന്നേ ആയിരിക്കും. ഒന്ന് പറയാം, ഏത് പാർട്ടിയാണോ ഏത് പ്രസ്ഥാനമാണോ ഇങ്ങനെ കത്തിജ്വലിക്കുന്നത് അവരുടെ കയ്യിലുള്ള പവറുകൾ മിസ്യൂസ് ചെയ്യുമ്പോൾ അവർ കത്തി ജ്വലിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ അവസാനം അത് അണയാൻ പോകുന്ന ഒരു ദീപമാണെന്ന് അവർ മനസ്സിലാക്കുന്നത് അവസാന ഘട്ടങ്ങളിലായിരിക്കും. അതായത് ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചതുപോലെ പല രീതിയിലും ബംഗാളിനെയും തമിഴ്നാടിനെയും തകർക്കാൻ ആ ഗവൺമെൻറ്റിനെ അവരുടെ സംവിധാനത്തിൽ നിന്ന് താഴെ ഇറക്കി BJP എന്ന ഒരു പാർട്ടിയെ അവിടത്തേക്ക് എത്തിക്കാൻ പെടാപ്പാടുപെടുന്ന മോദിജിയുടെയും അമിത്ഷായുടെയൊക്കെ ഇതെല്ലാം ജനങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നു. ഘോരം പ്രസംഗിക്കുന്നു. ഏതെല്ലാം രീതിയിൽ വോട്ടിനെ ക്ഷയിപ്പിക്കാമോ അതൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അവരുടെ നിയമങ്ങൾ പല വോട്ടിന് അർഹത ആയവരെയും ആ വോട്ടിംഗ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. ഇപ്പോൾ ഹൈക്കോടതി കോടതി ഇടപെട്ടത് വളരെ നിർണായകമായ വിധികളും അതിലൂടെ ഉണ്ടായി. നമുക്ക് കാത്തിരുന്ന് കാണാം ഈ തീപാറുന്ന ഈ 3 സംസ്ഥാനങ്ങളിലെയും ഇലക്ഷൻ എന്താണ്, ഏത് രീതിയിലാണ്, എന്ത് റിസൾട്ടാണ് തരുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. എന്തായിരുന്നാലും ഒന്നുകൂടെ മനസ്സിലാക്കുന്നു, ഒന്നുകൂടി നമുക്ക് പറയാവുന്നുള്ളത്, നാം എന്ത് ചെയ്താലും അവൻ്റെ പ്രവർത്തനം നാം ചെയ്ത രീതി അനുസരിച്ചുള്ള റിസൾട്ട് തന്നെ നമുക്ക് ലഭ്യമാക്കും. അതുകൊണ്ട് കാത്തിരുന്ന് കാണാം. ഏറ്റവും പ്രധാനം ഇനിയെങ്കിലും
ഈ ഇലക്ഷൻ കമ്മീഷൻ ഒന്ന് കണ്ണു തുറക്കട്ടെ. അവർക്ക് കണ്ണു തുറക്കാൻ സാധിക്കില്ല. കാരണം അവരെ നയിക്കുന്നത് കേന്ദ്രം ഭരിക്കുന്നവരാണ്. അപ്പോൾ ഇവർക്ക് നട്ടലുണ്ടെങ്കിൽ ഇവർ കേന്ദ്രം പറയുന്ന ശരിയും തെറ്റും ഏതാണെന്നറിഞ്ഞ് പ്രവർത്തിക്കുമായിരുന്നു. ഇത് കേന്ദ്രം പറയുന്നത് തന്നെയാണ് അവർ പ്രവർത്തിക്കുന്നത്. എനിവേ, നമുക്ക് ഈ റിസൾട്ട് വരെ കാത്തിരുന്ന് കാണാം. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. താങ്ക് യു.